നമുക്ക് കാംനെസ്സിനെ പറ്റിയിട്ടാണല്ലേ പഠിക്കാനുള്ളത് അല്ലെങ്കിൽ അറിയാനുള്ളത്. ഇപ്പൊ കഴിഞ്ഞ സെഷനിൽ വീഡിയോ മോഡിൽ ഇരുന്ന ആളുകൾ ഇന്ന് കറക്റ്റ് ജോയിൻ ആയിട്ടുണ്ട്. അപ്പൊ ഇന്നും വീഡിയോ മോഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് നമ്മുടെ സെൽഫിനെ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ മെൻഷൻ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു പ്രയോറിറ്റൈസ് ചെയ്യണ പറ്റിയിട്ട്. അതായത് എൻ്റെ സെൽഫിനെ ഞാനാണ് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളത്. എൻ്റെ സെൽഫ് ആകുന്ന ഇന്ന് നമ്മൾ മെഡിറ്റേഷനിൽ കണ്ട നമ്മുടെ ട്രൂ സെൽഫിനായിരുന്നു അല്ലെ. അതായത് നമ്മൾ എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നോ ആ ആഗ്രഹത്താൽ നിറവേറ്റിയിട്ടുള്ള സെൽഫിനെ, അതിനെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, അതിനുള്ളിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ചെയ്തൊരു മെഡിറ്റേഷൻ ഇല്ലേ, ഈ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ. ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ കംപ്ലീറ്റ്ലി കുറച്ച് ഡേയ്സ്, ഒരു 11 ഡേയ്സ് നിങ്ങൾ കംപ്ലീറ്റ്ലി ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം നമ്മളൊക്കെ പ്രശ്നം എന്താ അറിയോ, നമ്മൾ കുറേ കാര്യങ്ങൾ, കുറേ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കാൻ വേണ്ടി നമ്മൾ ഓപ്പൺ അല്ല എന്നുള്ളതാണ്. അതായത് എനിക്ക് മാറണം എന്നുള്ള ആഗ്രഹമുണ്ട്. സിംപ്ലി പറയാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ഒരു ഡെലിവറി ബോയ് ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തു. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ ആപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഓൺലൈനായിട്ട് ഒരു പ്രൊഡക്റ്റിന് ഓർഡർ ചെയ്യണം. ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ഡെലിവറി ബോയ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അഡ്രസ്സ് ഏതാണ്, ആ അഡ്രസ്സിൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. മുന്നിൽ നിന്നിട്ട് നമ്മളിങ്ങനെ കൊട്ടുന്നുണ്ട്, വാതിലൊന്ന് ഓപ്പൺ ചെയ്യൂ, വാതിലൊന്ന് ഓപ്പൺ ചെയ്യൂ എന്നുള്ളത്. ഇതേ അവസ്ഥയാണ് പല ആളുകൾക്കും ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് അവർ വാതിൽ ഓപ്പൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ഓൺലൈൻ ഇതിൽ വീഡിയോ മോഡിൽ വരാന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും എന്താണ്, വാതിൽ അടച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ റെഡി അല്ല, വി ആർ നോട്ട് റെഡി ഫോർ ദ ഓപ്പൺ ടു റിസീവ്. നമ്മൾ ഓപ്പൺ ടു റിസീവ് ചെയ്യാൻ റെഡി അല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ലിമിറ്റേഷനെ നമ്മൾ മാറ്റുമ്പോൾ എന്നിലേക്ക് എന്ത് മാറ്റമാണോ വരാനുള്ളത്, ആ ഒരു മാറ്റത്തെ മാറ്റമായി കണ്ടുകൊണ്ട് അത് എന്നിൽ മാറാൻ വേണ്ടി ഞാൻ ഫുള്ളി ആൻഡ് ഫ്രീലി ഓപ്പൺ ടു റിസീവ് എന്നൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആയിട്ട് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓരോരോ സെഷനുകളും കിട്ടുന്നത് ജസ്റ്റ് മോട്ടിവേഷൻ മാത്രമായിരിക്കും. മോട്ടിവേഷൻ അപ്പുറമായിട്ട് നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന സംഭവമാണ് നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, എനിക്ക് വേണ്ടത് ഒരു സ്വൈര്യമായിട്ടുള്ള സമാധാനമായിട്ടുള്ള ലൈഫാണ്. പക്ഷെ ആ ഒരു സമാധാനമായിട്ടുള്ള സ്വൈര്യമായിട്ടുള്ള ലൈഫിൽ ഞാൻ ഓപ്പൺ ആണോ, അത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരു റൂളുണ്ട്, നമ്മുടെ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. എന്തിനാണോ ഒരാൾ തയ്യാറായിട്ടുള്ളത് അവനെ അത് കൊടുത്തുകൊണ്ടേയിരിക്കുള്ളൂ, അല്ലെങ്കിൽ അതിന് വർധനവ് കൊടുത്തുകൊണ്ടേയിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ എത്രത്തോളം തയ്യാറാവുന്നോ, എത്രത്തോളം നമ്മൾ ഓപ്പൺ ആവുന്നോ, അത്രത്തോളം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ആവാൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ വെൽത്തിന്റെ കാര്യത്തിലേക്കൊക്കെ എടുക്കുമ്പോൾ പല ആളുകൾക്കും പല ചിന്തകളാവാം, പണത്തിനെ പറ്റിയിട്ടും സ്നേഹത്തിനെ പറ്റിയിട്ടും പല അനുഭവങ്ങളെ പറ്റിയിട്ടും ഒക്കെ. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാവും അതിന്റെ പരിപൂർണമായിട്ടുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തെന്ന് പറയുമ്പോൾ അവിടെ ഒരു ലിമിറ്റേഷൻ, പല ആളുകൾക്കും അത് പോസിബിൾ ആവുന്നു, ബട്ട് എന്നിലേക്ക് എത്തുമ്പോൾ എനിക്കത് പോസിബിൾ ആവുന്നില്ല. എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിന്റെ ഉത്തമമായിട്ടുള്ള ഒരു ആൻസർ ആണ് ഞാൻ ഓപ്പൺ അല്ല എന്നല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഫിയർ മാറ്റണം. സ്റ്റേജിലേക്ക് കയറി സംസാരിച്ചു കഴിഞ്ഞാലേ നിങ്ങളെ ഫിയർ പോവുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് പറയുന്നത്, എനിക്ക് പേടിയാണ്, എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുത്തിയിരിക്കുകയാണോ ചെയ്യേണ്ടത്? അതിനപ്പുറമായിട്ട് ഐ ആം ഓപ്പൺ ടു റിസീവ്, എൻ്റെ പ്രശ്നം എന്താണ് അത് മാറ്റാൻ ഞാൻ തയ്യാറാണ് എന്ന രീതിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനാ ഇപ്പൊ തയ്യാറാവുക? നമ്മൾ ആ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനു വേണ്ടി പുറപ്പെടും അല്ലേ. അവിടെയാണ് നമ്മൾ ഓപ്പൺ ആവുക എന്ന് പറഞ്ഞത്. അപ്പൊ ഇതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ അത് നമ്മൾ ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കണം. ആ ഓപ്പൺ ആവുമ്പോഴാണ് നമ്മൾ മാറ്റങ്ങൾ നമുക്ക് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറയുന്നത് സെൽഫിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ നമ്മൾ നമ്മുടെ സെൽഫിനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ നമ്മുടെ സെൽഫിനെ അറിയണം എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ് ഒരിക്കലും നിങ്ങൾ സെൽഫിഷ്നെസ് ആയിട്ട് മാറരുത് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ സെൽഫ് ലവിനെ പറ്റിയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല ആളുകൾക്കും അറിയാതെ പോലും വരുന്ന ഒരു അബദ്ധമാണ്, അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു റിസ്ക് ആണ്, അല്ലെങ്കിൽ ഒരു ഫാൾട്ട് എന്ന് പറയാൻ പറ്റില്ല, മിസ്റ്റേക്ക് എന്ന് പറയാൻ സംഭവമാണ്. അവരെന്തിലേക്ക് നയിക്കപ്പെടുന്നു, സെൽഫിഷ്നെസ്സിലേക്ക് നയിക്കപ്പെടുന്നുള്ളത്. ഇപ്പൊ ഞാനാണ്, എൻ്റെ ഉള്ളിലാണ്, ഞാൻ ചെയ്യാനാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഞാൻ എന്ന് പറയുന്ന അഹം നമ്മളിലേക്ക് വരും. ആ അഹങ്കാരം നമ്മളിലേക്ക് വരുന്നതിലൂടെ നമുക്ക് മാറ്റങ്ങൾ സാധ്യമാകില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും സെൽഫ് ലവിലേക്ക് നമ്മൾ എത്തില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് സെൽഫിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യനായിരുന്നിട്ട് വേണം. അതായത് നമ്മൾ ഓരോരുത്തരും ഹ്യൂമൻസ് ആണ് അല്ലേ.
ഹ്യൂമൺ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സീക്രറ്റ് ഇരിക്കുന്നുണ്ട്. ഹ്യൂമൺ, ഹ്യൂമൻ്റെ സ്പെല്ലിംഗ് എങ്ങനെ എടുത്ത് നോക്കിയെന്താണ് ഹു മെൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹു എന്ന് പറഞ്ഞാൽ അവൻ, അതായത് ക്രിയേറ്ററുടെ ഒരു ക്രിയേഷൻ ആണ് എന്നാണ് ഹ്യൂമൻ എന്ന് പറയുമ്പോൾ. നമുക്ക് പല ആളുകളെയും നമ്മൾ ജാതികളെ പേര് വിളിച്ചിട്ട് അല്ലെങ്കിൽ മതത്തിന്റെ പേര് വിളിച്ചിട്ട് രാഷ്ട്രീയത്തിന്റെ പേരൊക്കെ വിളിച്ചിട്ട് പല ആളുകളും മാറ്റി നിർത്തലുണ്ട് അല്ലെ. അതിനപ്പുറമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാനൊരു മനുഷ്യനാണ്, അതുപോലെ തന്നെ എൻ്റെ ചുറ്റുപാടും ഒരു മനുഷ്യനാണ്. ഈ ഒരു മനുഷ്യനാണ് എന്നൊരു ചിന്തയിലൂടെ നമ്മൾ ഇരിക്കുമ്പോഴല്ലേ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് പോസിബിൾ ആവുള്ളൂ. അല്ലാതെ തന്നെ നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഓക്കെ ഫീലിംഗ് ഉണ്ടാവും, ബട്ട് നമുക്ക് എന്തോ ഒരു ഫുൾഫിൽമെന്റ് കിട്ടില്ല. ആ എന്തോ ഒരു സംഭവം നഷ്ടപ്പെടുന്നത് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണെന്നുള്ള, അപ്പോഴാണ് നമ്മൾ കാംനെസ് എന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുക. ചാറ്റ് ബോക്സിൽ ഓപ്പൺ ആവുക മീൻസ് ഓക്കെ, ഓപ്പൺ ആവുക എന്നതിന് കൊണ്ട് മീൻ ചെയ്യുന്നത് സിംപ്ലി നമ്മൾ ഈ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ വേണം, പോസിബിൾ ആക്കണം. മാറ്റം എന്ന് പറയുമ്പോൾ എന്ത് തന്നെ ആയി കഴിഞ്ഞാലും ഒരു ചെറിയൊരു ചേഞ്ച് എൻ്റെ ലൈഫിൽ വേണം. പക്ഷെ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവം, ആ ഒരു സംഭവത്തിന് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം എൻ്റെ ഉള്ളിൽ തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഓപ്പൺ ആവുക എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്. സിമ്പിളി ഒന്നുപാടി മനസ്സിലാക്കാൻ വേണ്ടി പറയുമ്പോൾ, എനിക്ക് കുറേ കാര്യങ്ങൾ ഈ വേൾഡ് ചെയ്ത് തീർക്കണം എന്നുണ്ടാവുള്ളൂ. അപ്പോൾ കോൺഫിഡൻറ്റിലേക്ക് എത്താം. ഇപ്പം ഞാൻ എൻ്റെ കോൺഫിഡൻറ്റ് എന്താണ്, എനിക്ക് വേണ്ടത് എന്താണ്, ഒരു സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യണം. അതാണ് എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം. അപ്പം ഞാൻ എന്താണ്, വെൽ സ്യൂട്ടും അതേപോലെ തന്നെ വെൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. ഒരു സ്റ്റേജിലോട്ട് എത്താൻ നേരത്ത് എനിക്ക് തുടങ്ങി എന്ത് വേറെ, അതുപോലെ തന്നെ എനിക്കുള്ളിൽ പേടി, എന്തെന്നില്ലാത്ത ടെൻഷൻ ആവലും എന്തെന്നില്ലാത്ത സ്വെറ്റിംഗ് ഒക്കെ എനിക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട സംഭവം, പുറമേടിയിൽ മാത്രമാണ് നിങ്ങൾ മിനുക്കങ്ങൾ, അല്ലെങ്കിൽ പുറമേടിയിൽ മാത്രമാണ് നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ട് മാറിയിട്ടുള്ളൂ. ഉള്ളിലേക്ക് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ, അതായത് നിങ്ങൾ സ്റ്റേജിൽ കയറുക എന്നൊരു നിങ്ങളെ വ്യക്തി ഇല്ലേ, ഈ ഒരു വ്യക്തി സ്റ്റേജിൽ കയറുക എന്നൊരു സംഭവത്തിന്റെ ഇമേജ് നമ്മൾ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഏറ്റവും നമുക്ക് വേഴ്സ്റ്റ് ആയിട്ടുള്ള സംഭവമാവാം. അതായത് മനസ്സിലാവണ്ടാന്ന് വിചാരിക്കുന്നത്. അത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് സംഭവമാവാം. അപ്പൊ ഈ ഒരു സംഭവത്തെ നമ്മൾ മാറ്റുമ്പോൾ, പുറമേടിൽ നമ്മൾ എത്ര തന്നെ മിനുങ്ങിക്കഴിഞ്ഞാലും ഉള്ളിൽ നമ്മൾ അതിനെപ്പറ്റി എന്ത് വിചാരിക്കുന്നു എന്നതാണ് ഇമ്പോർട്ടന്റ് ആയ സംഭവം. പേടി എന്ന് പറയുന്നത് ഉള്ളിൽ വരുന്ന സംഭവമല്ലേ. നമ്മളൊരു സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ ആ നേരത്ത് ആരെങ്കിലും നമ്മളെ ഒരു വെടിവെച്ച് കൊല്ലുന്നോ കത്തിയെടുത്ത് കുത്തുന്നോ ഒന്നുമില്ല. ലോജിക്കലി നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാകുന്നില്ല. പക്ഷെ എന്തോ ഒരു പേടി ഉള്ളിന്ന് വരുന്നത്. അത് ഉള്ളിലത്തെ സംഭവമല്ലേ. അപ്പൊ ഈ ഒരു സംഭവം മാറ്റണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓപ്പൺ ആവണം എന്നുള്ളതാണ്. ഓപ്പൺ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മാറ്റം എന്നിലേക്ക് സാധ്യമാകാൻ വേണ്ടി ഞാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. വാതിൽ തുറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉള്ളിലേക്ക് കടന്നു വരാനല്ലേ. അപ്പൊ നമ്മൾ ഓപ്പൺ ആവുക എന്ന് പറയുമ്പോൾ ഈ പ്രശ്നം നമുക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ആവും എന്നുള്ളതാണ്. ഇത് ഏത് തന്നെ ആയിക്കഴിഞ്ഞാൽ കേട്ടോ, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ പാർട്ട്ണർ നിങ്ങളോട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് പെരുമാറുന്നില്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, വി ആർ നോട്ട് ഓപ്പൺ ടു റിസീവ്, നമ്മൾ ഓപ്പൺ അല്ല എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയോ ബാരിയർ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഓപ്പൺ ആക്കുന്നതിലൂടെ മാത്രമാണ് നമ്മളിലേക്ക് ഏതൊരു കാര്യവും ഉള്ളിലേക്ക് കടന്നു വരുള്ളൂ. എന്താണെങ്കിലും നമുക്കതിൽ മാറ്റമായിട്ട് മാറാൻ ഈ ഒരു സംഭവം നമ്മൾ ഓപ്പൺ ആവുക എന്നുള്ളതാണ്. ഈ ഓപ്പൺ ആവുന്നതിലൂടെ നമ്മൾ എത്തുന്ന സ്റ്റേറ്റ് ആണ് കാംനെസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്. കാംനെസ്സിന് സൂപ്പർ പവർ നമുക്ക് പറയാൻ പറ്റും. ഇന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണെന്നില്ലേ, ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം, ഇങ്ങനെ നിങ്ങൾ പൊക്കോളൂ എന്നുള്ളത്. അപ്പോൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞില്ലേ. അപ്പോൾ എവിടെ നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കണോ, എവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരണോ. ഇപ്പൊ നമുക്ക് പല ദേഷ്യം വന്നിട്ട് നമ്മൾ പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടാവില്ലേ, പല ആൾക്കാരോട് സങ്കടം വന്നിട്ട് കരഞ്ഞ് നമ്മളെ കൂടെ ഒരു കഥ ആക്കലുണ്ടാവൂലേ. ഇതിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടതാണ് നിങ്ങൾ ബ്രീത്തിങ് പാറ്റേൺ ഇല്ലേ, നമ്മൾ എടുക്കുന്ന ഈ ശ്വാസമല്ലേ, ഈ ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തയ്യാറാവുക. നമ്മളെ ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ എപ്പോൾ അവെയർ ആവുന്നോ ആ സമയത്ത് നമ്മൾ എന്തായിട്ട് മാറുന്നല്ലേ, ബി ദ മൊമെന്റ് ആയിട്ട് മാറും. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ കാംനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്? കാംനെസ് എന്ന് പറയുമ്പോൾ സമാധാനത്തിലുള്ള ഒരു അന്തരീക്ഷം, അതായത് പുറമേ എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉള്ളിൽ നമ്മൾ കാമായിട്ടിരിക്കുക എന്നുണ്ടെങ്കിൽ പുറമേ സംഭവിക്കുന്നതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ എത്രത്തോളം നമ്മൾ കാംനെസ് നമ്മൾ നെർച്ചർ ചെയ്യുന്നുണ്ടോ, എത്രത്തോളം ന്യൂട്രൽ ആകുന്നുണ്ടോ, എത്രത്തോളം നമ്മൾ നാച്ചുറൽ ആയിട്ട് മാറുന്നുണ്ടോ, അത്രത്തോളം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. വെൽനെസ്സിലേക്ക് വരുമ്പോൾ, വെൽനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻ ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ കാംനെസ്സിന്
പവർ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ കാംനെസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടേയിരിക്കാന്നുണ്ടെങ്കില്, നമ്മുടെ ഉള്ളിൽ കുറെ രോഗപ്രതിരോധ ശേഷികളായിട്ടുള്ള ടി സെൽസ് എന്നൊക്കെ പറയും. അതായത് ഇമ്മ്യൂണി സെൽസ് എന്ന് പറയും. ഈ സെൽസിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മെന്റൽ ബോഡി വളരെ അധികം പ്രവർത്തിക്കുന്നുണ്ട്. അതില് നമ്മൾ കാംനെസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണോ ഇത് ആ സമയം നമ്മൾ സ്പർശിച്ചു കൊണ്ടേയിരിക്കുന്നത്, നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ അസുഖങ്ങൾ വരാതെ നമുക്ക് നമ്മുടെ ബോഡിയെ തടഞ്ഞു നിർത്താൻ പറ്റും. എങ്ങനെയാണ് നമുക്കൊരു അസുഖം വരുന്നത്? പുറത്തുനിന്നുള്ള എന്തെങ്കിലും ബാക്ടീരിയ, ഇൻഫെക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പുറത്ത് സംഭവിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് കേറിയിട്ട് നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മുടെ ബോഡി തന്നെ പ്രവർത്തനം സംഭവിക്കുന്നതാണ് അസുഖം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റാത്തതാവുമ്പോൾ അത് അസുഖമായിട്ട് പ്രതിഫലിക്കുന്നു പല രീതിയിലും. അപ്പൊ നമ്മളെന്താണ് ബോഡിന് താങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇമ്മ്യൂണി പവർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ കുറഞ്ഞത് കൊണ്ട്, രോഗപ്രതിരോധ ശേഷി നമ്മുടെ ബോഡിയിൽ കുറഞ്ഞത് കൊണ്ട് ഇത് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മെന്റൽ ഡയമെൻഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കാംനെസ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. എത്രത്തോളം നിങ്ങൾ കാംനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ എടുത്തു നോക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്തു നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു മനസ്സില്ലേ, ഈ ഒരു മനസ്സിനെ നിങ്ങളൊരു ടാങ്ക് ആയിട്ട് കൺസൾട്ട് ചെയ്യാം. അല്ലെങ്കിൽ മനസ്സിലാക്കുക, ഒരു ടാങ്ക് ആണ് നിങ്ങളുടെ മനസ്സെന്ന് വെച്ചോളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഒരു ടാങ്കിലേക്ക് തോട്ടാകുന്ന ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു വേസ്റ്റ്, നല്ലത് തന്നെ നല്ലത്, അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ളത്. നെഗറ്റീവ് തോട്ട് എന്ന് പറയുമ്പോൾ വേസ്റ്റ് ആയിട്ടുള്ള സംഭവം, പോസിറ്റീവ് തോട്ട് പറയുമ്പോൾ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം. അപ്പൊ നിങ്ങൾ ഈ ഒരു ഭരണിയിൽ നിങ്ങളുടെ മൈൻഡ് ആകുന്ന ഈ ഒരു ടാങ്കിലേക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ തോട്ടായിട്ട് എന്താണ് നിങ്ങൾ ത്രോ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒന്ന് റീ എഞ്ചിനീയറിംഗ് നടത്തി നോക്കിയേ. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ ചിന്തകൾ ഞാൻ എന്നെ പറ്റി ചിന്തിച്ചു, അതിൽ എത്രത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, എത്രത്തോളം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്രത്തോളം റീല് കണ്ടിട്ടുണ്ട്, അതിൽ എത്രത്തോളം എനിക്ക് ഗ്രോത്തിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമുണ്ട്. അതായത് നിങ്ങൾ 5 സെൻസിലെയും നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഭാവിയിൽ എവിടെ എത്തുന്നുള്ളത്. കാരണം നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സാക്കുന്ന ഈ ഒരു ടാങ്കിയില് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഡബ് ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാളെ പറ്റിയുള്ള കുശുമ്പും ഗിൽറ്റ് തോട്ടും ഗോസിപ്പും അതേപോലെ തന്നെ നമ്മളെ പറ്റിയുള്ള കുറേ നെഗറ്റീവ് സെൽഫ് എസ്റ്റീമും കുറക്കുന്ന കുറേ കാര്യങ്ങളും നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ആ ടാങ്കിൽ ചീഞ്ഞളിഞ്ഞ സംഭവം നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ചീഞ്ഞളിഞ്ഞ കൊഞ്ഞ എന്താണ് ഒരു ടാങ്കിൽ കുറേ കാലം നമുക്കൊരു സ്മെല്ല് വരും അല്ലെ, ഒരു ഒരു ഇറിറ്റേഷൻ ആവൂലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ആളുകൾ എടുത്തിരിക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഒരിക്കലും നമുക്ക് അവരൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്നാലും നമുക്കെന്തോ ഒരിക്കലും അവരുടെ അടുത്തൊരു എന്തൊക്കെ സഫക്കേഷൻ നമുക്ക് ഫീൽ ചെയ്യണ പോലെ ഇതാക്കാം. അതെന്തുകൊണ്ടാ അറിയോ? മെന്റൽ എനർജി ഡയമെൻഷനിൽ അത്രയും തോളം നെഗറ്റീവ് നമ്മൾ ഡബ് ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് മുതൽ നമ്മളെ മനസ്സിലാക്കണം. എത്രത്തോളം നെഗറ്റിവിറ്റിയാണ്, എത്രത്തോളം വേണ്ടാത്ത കുറേ സംഭവങ്ങളാണ് ഞാൻ എന്നിലേക്ക് ഡബ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഡബ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല്, ഇതിൽ നിങ്ങൾ അവെയർ ആയി കഴിഞ്ഞാല്, നമുക്ക് കാംനെസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഓരോരോ തോട്ട് നമ്മൾ നമ്മളെ പറ്റി ഇടുമ്പോഴും, നമ്മളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴും, നമ്മളിങ്ങനെ ഒന്നുംപാട് ചിന്തിച്ചു പോക്കുക. ഓക്കെ, ഈ ഒരു തോട്ട് എനിക്ക് ശരിക്കും നല്ലതാണോ? അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്താ പറയുക, ക്യാൻസൽ എന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താണ്, ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ പറയുന്നതിലൂടെ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ, നമ്മളെന്താ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് നെഗറ്റീവ് തോട്ട്സിന് നമുക്ക് നമ്മളിൽ നിന്ന് എലിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ കാംനെസ്സിനെ നിലനിർത്താത്ത സംഭവം എന്താ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാസ്റ്റിനെ പറ്റിയുള്ള കുറേ ചിന്തകളാവാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്ക് എന്ത് വരും, അല്ലെ എങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറ്റിയുള്ള കുറേ ചിന്തകളാവാം നമുക്ക് വരുന്നത്. അപ്പൊ ഈ പാസ്റ്റും ഫ്യൂച്ചറിന്റെ ഇടയിലുള്ള ഒരു കളിയാണ് നമുക്ക് സംഭവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ബാലൻസ് ആയിട്ട് നിർത്തേണ്ട ഈ പ്രസന്റ് മൊമെന്റിനെ നമ്മൾ മറന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ ഒരു മൊമെന്റ് നിങ്ങൾക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് നമ്മൾ ബ്രീത്തിനെ പറ്റി പറഞ്ഞത്. അപ്പൊ ഈ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ഒരു പ്രസന്റ് നമ്മൾ കാമായിട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറായിട്ട് മാറാന്നുണ്ടെങ്കിൽ നമുക്ക് കാംനെസ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും മാറ്റുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ യഥാർത്ഥമായിട്ട് മീൻ ചെയ്യേണ്ടത്? ഫ്യൂച്ചറിലേക്ക് എനിക്ക് എന്താവണോ ആ ആവേണ്ടതായിട്ടുള്ള സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക. നമുക്ക് നമ്മളെ പറ്റി ഒരു കറക്റ്റ് ഒരു ഇമേജ് വേണം. ഒരു 5 വർഷം കഴിഞ്ഞാല് എന്റെ സെൽഫ് എങ്ങനെ ആവണം, ഞാൻ എങ്ങനെ ആവണം എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരു വിഷൻ വേണമെന്നാണ് പറഞ്ഞു തരുന്നത്.
അതായത് എനിക്ക് ഒരു 5 വർഷം കഴിയുമ്പോ, അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോ എനിക്ക് എത്രത്തോളം സമ്പാദ്യം സമ്പാദിക്കാൻ കഴിയണം? എത്രത്തോളം ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കണം? എത്രത്തോളം എൻ്റെ സ്പിരിച്വൽ എലവേഷൻ വേണം? ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ പറ്റി മനസ്സിലാക്കണം. നമ്മൾ കുറേ കാര്യങ്ങള് പല ആളുകളെയും പറ്റിയുള്ള, പല പ്രശ്നങ്ങളെയും പറ്റിയുള്ള കാര്യങ്ങളിലൊക്കെ അവെയറാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങളും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. എന്ന് നമ്മൾ നമ്മളിലേക്ക് അവെയറായിട്ട് വരുന്നോ, അന്ന് നമുക്ക് എന്ത് ചെയ്യുന്നറിയോ? നമ്മളൊരു മാഗ്നറ്റിക് പവറുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പുറത്ത് ഒരു മാഗ്നറ്റ് നമ്മൾ കാണുന്നുണ്ടല്ലേ? മാഗ്നറ്റ് നമ്മൾ കാന്തം. കാന്തത്തിന്റെ പ്രത്യേകത എന്താണ്? എന്തിനെ ആകർഷിക്കൂലേ? അതുപോലെ തന്നെ നമ്മളിലും ഒരു കാന്തിക പവറുണ്ട്. അതാണ് നമ്മൾ ചിന്ത എന്ന് പറയുന്നത്. ഈ ചിന്തയ്ക്ക് മാഗ്നറ്റിക് പവറുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു 5 വർഷം കഴിഞ്ഞാല് നിങ്ങൾ എങ്ങനെയാണോ ആവേണ്ടത്, ആവേണ്ട രീതിയിൽ നിങ്ങളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുമ്പോ അത് നിങ്ങളെ അട്രാക്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ എപ്പോഴും നോക്കണം. നമ്മളിപ്പോ ആഗ്രഹിക്കുന്നത് നമ്മളെ സെൽഫ് എസ്റ്റീം കുറക്കുന്ന, നമ്മളെ ഒരിക്കലും ഗ്രോത്തിലേക്ക് നയിക്കാത്ത കുറെ ചിന്തകളാണോ? എന്നാ നമ്മൾ ആ ലെവലിലേ നമ്മളാവുള്ളൂ. സോറി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സംഭവം, നമ്മുടെ ചിന്തകൾ നമ്മൾ റീ എൻജിനീയറിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ സെൽഫ് എസ്റ്റീമിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മൾ കാംനെസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ബ്യൂട്ടിഫുൾ ആവും നമ്മൾ കാംനെസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോ. നമ്മുടെ ഒരു കാര്യം നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല. എല്ലാം നമുക്ക് സമാധാനത്തോടെ നല്ല അന്തരീക്ഷത്തിലൂടെ നമ്മൾ ചുറ്റുഭാഗം നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പറയില്ലേ, കും ഫയക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ടില്ലേ? ബി ആൻഡ് ഇറ്റ് ഈസ്. അത് നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നടക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയാൽ അവിടെ കാംനെസ് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പൊ അതിലേക്കൊക്കെ നമ്മളെ എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മളിൽ അവെയർ ആയിക്കൊണ്ടേയിരിക്കുക. ദൈനംദിനമായിട്ട് ഓരോ ഡേയ്സും നമ്മൾ നമ്മളിൽ തന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇന്ന് എനിക്ക് എന്നെ എന്തൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്? ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ എന്നിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്? എന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ഈ കാംനെസ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സെൽഫ് തന്നെ ലൈക്ക് നമുക്ക് നമ്മളെന്നെ ഏറ്റവും വലിയ കൂട്ടായിട്ട് മാറും. അങ്ങനെ നമുക്ക് നമ്മള് ഏറ്റവും വലിയ കൂട്ടായിട്ട് മാറിയാൽ എന്താ പ്രത്യേകത? നമ്മളൊരു യാത്ര പോവാന്നുണ്ടെങ്കില്, ആ യാത്രയിൽ ഒരു ഇടത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാല്, സെൽഫിയും കാര്യങ്ങളും ഫോട്ടോഗ്രാഫിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം, അത് ഇപ്പൊ പ്രത്യേകം മെൻഷൻ ചെയ്യണല്ലോ. കാരണം നമ്മുടെ സൊസൈറ്റി ഇപ്പൊ അങ്ങനെയാണല്ലോ. ഫസ്റ്റന്നെ പോയിട്ട് ഒരു ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ടൊന്ന് സ്റ്റാറ്റസ്. അത് എടുത്ത് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ പോയതിന് കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പോകുന്നത് തന്നെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട്. അതിനപ്പുറം എൻ്റെ ഉള്ളിൽ എൻ്റെ സ്റ്റാറ്റസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ അളക്കുന്നില്ല. ഞാൻ ഈ ഒരു പ്രകൃതിയിലേക്ക് ലയിക്കുമ്പോൾ, പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും കാം ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ ഒരു കാംനെസ്സിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കാം ആവുന്നുണ്ടോ? എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ? എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണ്ടേ. കാരണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരു ഫുഡിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ല വെള്ളം വരൂലേ? എങ്ങനെ ഉള്ളിൽ വെള്ളം വരുന്നത്? ആ ഫുഡ് ഇങ്ങട് കണ്ടിട്ടുള്ളൂ. കാരണം ഉള്ളിൽ എന്തോ ഒരു സംഭവം ഇരിക്കുന്നുണ്ട്. ഒരു മധുരം കഴിക്കുമ്പോൾ മധുരം തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ലേ? കാരണം ടേസ്റ്റി ബഡ്സ് ഉള്ളിലുണ്ടായതുകൊണ്ട്. അതുപോലെ തന്നെ നാച്ചുറലിലേക്ക് നോക്കുമ്പോഴും നമുക്കുള്ളിൽ ഒരു കാംനെസ് ഫീൽ ചെയ്യണല്ലോ. ഒരു നല്ലൊരു കാംനെസ് ഫീലിംഗ് വേണല്ലോ. അതാണ് നാച്ചുറാലിറ്റി എന്ന് പറഞ്ഞത്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഉള്ളിൽ ചെറിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സംഭവം എന്താന്ന് പറഞ്ഞത്, നമ്മളിപ്പോ പറഞ്ഞില്ലേ, എന്തോ നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞത് ഒരു ടാങ്ക് പോലെയാണ്. ആ ഒരു ടാങ്കിലേക്ക് എന്തോ നമ്മൾ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവത്തിനെ എടുത്ത് മാറ്റുമ്പോ, ഒരു ചീഞ്ഞളിഞ്ഞൊരു മാങ്ങ നമ്മള് ചീഞ്ഞളിഞ്ഞൊരു തക്കാളി ഉള്ളിലുണ്ടെങ്കിൽ ആ തക്കാളി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ സ്മെല്ല് പോയില്ലേ? എന്നിട്ട് അവിടൊന്ന് തുടച്ചാൽ മതി. ആ തുടക്കലാണ് നമ്മൾ പഠിക്കുന്ന ഓരോ അറിവുകൾ എന്ന് പറയുന്നത്. ശരിക്കിലും നിങ്ങൾ ഏതൊരു മോട്ടിവേഷണൽ പുസ്തകമാണോ, ഏതൊരു ഇൻസ്പിരേഷണൽ പുസ്തകമാണോ, ഏതൊരു സംഭവം നിങ്ങൾ വായിക്കുന്നതിന് മുന്നായിട്ടും, ഏതൊരു അറിവ് നിങ്ങൾ അറിയുന്നതിന് മുന്നായിട്ടും നിങ്ങൾ നിങ്ങളെ ശുദ്ധീകരിക്കണം എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ടാങ്ക്. ആ ഒരു ടാങ്കില് നറച്ചും അഴുക്കാണ്. ആ അഴുക്കുള്ള ടാങ്കിലേക്ക് എത്ര ശുദ്ധജലം ഒഴിച്ച് കഴിഞ്ഞാലും അത് അഴുക്കായിട്ട് തന്നെയല്ലേ മാറുള്ളൂ. ഒരിക്കലും അത് ശുദ്ധജലമായിട്ട് മാറില്ലല്ലോ. ആ അഴുക്കിനെ നമ്മൾ തുളച്ചിട്ട ശുദ്ധജലം ഒഴിക്കുമ്പോ എന്താണ്? അവിടെ റിസർവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളാകുന്ന മനസ്സിൽ എത്രയോ ആളുകൾ ഇട്ട് തന്ന, നമ്മളന്നെ ഇട്ട് തന്ന കുറേ ഡബ്ബിംഗ് തോട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തെ നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് അറിവുകൾ കിട്ടുമ്പോ എത്ര മനോഹരമായിട്ടുള്ള അറിവുകളാവും. അതാണ് പറയുന്നത്, അറിവുകൾക്ക് പല പല തലങ്ങളുണ്ട്. ആ തലങ്ങൾ എങ്ങനായിട്ട് മാറുന്നോ, നമ്മൾ എത്രത്തോളം പ്യൂരിഫൈ ആവുന്നോ, അത്രത്തോളം ആ അറിവിന്റെ തലങ്ങൾ മാറിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിട്ട് മാറുമ്പോൾ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ നമ്മളിലേക്ക് മാറ്റം തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ ബോഡിയെ ക്ലെൻസ് ചെയ്യാൻ പറ്റും? എങ്ങനെ ഈ അഴുക്കുകളൊക്കെ മാറ്റാൻ പറ്റുള്ളൂ?
എന്നതിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ സെഷൻ്റെ ഇമ്പോർട്ടൻസും നമ്മുടെ മെഡിറ്റേഷൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ. ഇപ്പോൾ മൈൻഡ് സ്ക്രിപ്റ്റ് സെഷൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. എവിടുന്നാണ് ഈ മാറ്റങ്ങൾ വന്നത്? സിമ്പിളി പറയുമ്പോൾ നമ്മളെ മനസ്സാക്കുന്ന മനസ്സിനെ ഈ അറിവുകൾ കൊണ്ട് നമ്മൾ തുടച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലെ കറകളെ നമ്മൾ അറിവുകൾ കൊണ്ട് തുടച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഒരു നല്ല കാർമേഘം നിറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ലേ? ഒരു കുന്നിന്റെ മുകളിലേക്ക് നമ്മൾ നോക്കുകയെന്ന് വെച്ചോളൂ. നല്ല കാർമേഘങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല കോടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ലേ? പക്ഷെ അതൊക്കെ ഒന്ന് മറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതങ്ങ് മാഞ്ഞു കഴിഞ്ഞാൽ ആ കോട ഒന്ന് പോയി ആ കാർമേഘങ്ങളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല രസമുള്ള എന്ത് നമുക്ക് കാണാൻ പറ്റും? നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റില്ലേ? ഈ ഒരു പ്രോസസ്സാണ് അറിവുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് സാധ്യമാക്കുന്നത്. നമ്മളിൽ കുറേ കറുപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ കുറേ കാർമേഘങ്ങളും കുറേ ഫോഗും ഒക്കെ നമ്മളിങ്ങ് തുടച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അറിവുകൾക്ക് ചില വാക്കുകൾക്ക് നമ്മളെ ഹീൽ ചെയ്യാനുള്ള നമ്മളെ തുടച്ചു മിനുക്കാനുള്ള കഴിവുകൾ ഉണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു സംഭവത്തിലൂടെയാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും വാക്കുകൾക്ക് കത്തിയേക്കാൾ മൂർച്ചയാണെന്നൊക്കെ. ശരിക്കും അത് ഈ രീതിയിൽ നിങ്ങൾ അറിയണം. ഇതാണ് വാക്കുകൾ. നമുക്ക് കിട്ടുന്ന അറിവുകളാണ് വാക്കുകൾ. അല്ലാതെ ബാക്കിയുള്ള ആളുകളെ നമ്മളെ കുത്തി നോവിക്കുന്ന സംഭവത്തിനല്ല നമ്മൾ മൂർച്ഛം എന്ന് പറയുന്നത്. ഇതിനാണ് മൂർച്ഛമുള്ള സംഭവം. ഇതിലൂടെ മാത്രമേ മാറ്റങ്ങൾ പോസിബിൾ ആവൂ എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. എന്തെനിക്ക് കിട്ടി? എന്ത് ഞാൻ ഫീൽ ചെയ്തു? എന്ന സംഭവത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ പല ആളുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പത്തെ ഒരു ജനറേഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പല ഫോട്ടോസൊക്കെ കാണും. പല ആളുകളും തല തിരിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിലാണ് കുറെ ആറ്റിറ്റ്യൂഡ് ഇടുന്ന രീതിയിലൊക്കെ ഫോട്ടോസ് ആവല്ലേ. കുറെ ആളുകൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ബാക്കി ആളുകളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്യുന്നോ അവർ ഇംപ്രസ്ഡ് ആയിട്ടേ ഇരിക്കുള്ളൂ. അതിനപ്പുറമായിട്ട് നിങ്ങൾ ബാക്കി ആളുകളെ ഇമോഷണലി നിങ്ങളിലേക്കൊന്ന് അടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോ നമ്മളൊന്ന് ഒരാളെ കാണുമ്പോൾ വെറുതെ പുഞ്ചിരിച്ചു കൊടുക്കുക. ഈ പുഞ്ചിരിച്ചു കൊടുക്കുന്ന അവൻക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അവൻ തിരിച്ചു തന്നില്ലെങ്കിലും ഡോണ്ട് വറി പുഞ്ചിരിച്ചു കൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മളെന്താണ് ഓപ്പൺ ആവുക. ഇതാണ് ഓപ്പൺ ആവണതിന് ഒന്നാമത്തെ കാര്യം. പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് വെറുതെ ചിരിക്കുക. ഇത് വട്ട് കേസ് എന്നല്ല പറയുന്നത്. വെറുതെ ചിരിക്കുക എന്നല്ല, ഫീൽ ചെയ്ത് ചിരിക്കുക. കാരണം എവരിതിങ് ഈസ് എ എനർജി. പ്രകൃതിയെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാത്തിനെയും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ എനർജി നമുക്ക് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് എത്തപ്പെടുന്ന അവസ്ഥയാണ് കാംനെസ് എന്ന് പറയുന്നത്. ഈ കാംനെസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് 20 മിനിറ്റ്സ് കൊണ്ടോ 30 മിനിറ്റ്സ് കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതേ അല്ല. ദിസ് ഈസ് എ പ്രോസസ്. ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിലൂടെ നമ്മളിങ്ങനെ പോയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഹാപ്പിനെസ് അല്ലെങ്കിൽ കാംനെസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. ഇത് നമ്മളെന്തോ ഇമ്പോഷനൊക്കെ എഴുതിയിട്ട് 200 വട്ടം എഴുതി കഴിഞ്ഞല്ലോ എന്ന് കിട്ടിയിട്ട് കിട്ടുന്ന സംഭവമല്ല. ഇത് നിങ്ങൾ ഫീൽ ചെയ്യേണ്ടതാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ 20 മിനിറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാവാം എന്തോ ഒരു സംഭവം കിട്ടുന്ന അറിയില്ലേ. ആ എന്തോ ഒരു സംഭവം നമ്മളെ കാംനെസ്സിലേക്കാണ് നയിക്കുന്നത്. അപ്പൊ ഇനി മുതൽ ഇതിലേക്കാവട്ടെ നിങ്ങളുടെ ജേണി എന്ന് പറയുന്നത്. ലൈഫിൽ എന്ത് സ്ട്രഗിൾസ് വന്നു കഴിഞ്ഞാലും ജസ്റ്റ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്തിലേക്കാണ് ശ്രദ്ധിക്കുക. ഞാൻ കാംനെസ് ആണ്. എന്നിട്ട് ആ പ്രോബ്ലത്തിനല്ലേ ആണ്ട് ഫീൽ ചെയ്യുക. കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഫിലിംസിലൊക്കെ ഒരു പ്രോബ്ലം വരുമ്പോൾ ആണ്ട് BGMും മ്യൂസിക്കൊക്കെ കിട്ടിട്ട് ഒരാളങ്ങനെ എങ്ങനെ ഇങ്ങനെ കരീപിക്കാൻ പറ്റും അങ്ങോട്ട് കരീപ്പിച്ച് കളിയില്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ ഫീലിങ്സ് നമ്മൾ പ്രശ്നത്തിൽ ഇങ്ങനെ ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ കുളിർമ കൊള്ളുക. അങ്ങനെ കൊള്ളുമ്പോൾ എന്താവും പിന്നെ പ്രശ്നത്തിൽ നമുക്ക് എത്താൻ പറ്റൂല. പ്രശ്നത്തിന് വേണ്ട എന്താണ് കരഞ്ഞിട്ട് സാഡ് അടിച്ചിട്ട് ആകെ ഒരു കഥ ആക്കി നടക്കാനാണ്. അപ്പൊ പ്രശ്നം ഇങ്ങനെ ആലോചിച്ചു. പഹന്റെ അടുത്തേക്ക് പോയിട്ടും കാര്യമില്ല. കാരണം ഇവന്റെ അടുത്ത് ഇവന്നെ പുച്ഛിക്കാനുള്ള അവസ്ഥ വരും. അപ്പൊ പ്രശ്നം നമ്മളിലേക്ക് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മുതൽ ഈ ഒരു കാര്യത്തെ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ചെയ്യണ സംഭവം എന്താണ്? ബ്രീത്തിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കാംനെസ് ആവുക. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാലും ജസ്റ്റ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെഡിറ്റേഷൻ കഴിഞ്ഞ് കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്തു. അത്രേ ഉള്ളൂ. കുറേ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. ഇനി ഇതിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ക്ലാരിറ്റി ചെയ്യാം. അപ്പോൾ ഓക്കെ. നമുക്ക് എന്നാ വൈൻഡ് അപ്പ് ചെയ്താലോ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളൂ. ക്ലിയർ ആയി എന്നുള്ളത്. പിന്നെ സാർ പിന്നല്ലേ നമ്മളിപ്പോ നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ്സ് ഇല്ലേ പുറത്തുനിന്നൊക്കെ വരില്ലേ നമ്മൾക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കാനുള്ള ചാൻസസ് ഷബ്ന വരില്ലേ? മാം എന്തെങ്കിലും പറയാനാണോ അൺമ്യൂട്ട് ആക്കിയത്? അതെ അതെ കേൾക്കുന്നുണ്ടോ സാർ? ഹലോ ഇത് സംസാരിക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കായാണോ? ഹലോ ഓക്കെ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി
ഓ, കേൾക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. നിങ്ങൾ പേഴ്സണലി കണക്ട് ചെയ്തോളൂ ട്ടോ. ഞാന് ക്ലാരിറ്റി തരാം. ഓക്കെ. അപ്പൊ ഏതായാലും നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം ട്ടോ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഏതായാലും അടുത്ത സെഷനില് ഇത് കുറച്ച് കാംനെസ്സിന്റെ ഒരു പൊടി ഇട്ടന്നതാണ്. ഇനി ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. എന്നിട്ട് നമുക്ക് അടുത്ത സെഷനിൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാംനെസ്സിന്റെ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അടുത്ത സെഷനിലും നിങ്ങൾ കറക്റ്റ് ജോയിൻ ചെയ്യാം. നമ്മള് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. സെലിബ്രേറ്റ് ചെയ്തു, കാംനെസ്സിലേക്ക് എത്തി. ഇനി നാളെ എന്താന്നുള്ളത് അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്താണെന്ന് ക്യൂരിയസ് ആയിട്ട് ഇരിക്കും. നമുക്ക് ഏതായാലും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. അപ്പോ താങ്ക് യു സോ മച്ച് ട്ടോ.